കാസർഗോഡ് ജില്ലയിലെ സിക്കയുടെ ആരുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരേ ഉള്ളൂ. അവിടെ ടാർഗറ്റ് ട്രേഡ് ലിങ്ക്സ് ഉണ്ട്, അവിടെ കബീർക്ക ഉണ്ട് എന്നുള്ളതാണ്. വളരെ സന്തോഷം എന്തായാലും ഇന്ന് നമ്മോടൊപ്പം ഈ വിശേഷങ്ങൾ ആളുകളായിട്ട് ഷെയർ ചെയ്യാൻ കൂടിയതിൽ. കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ട്. കബീർക്കാന്റെ ഷോറൂമുകൾ കാണുന്ന സൈറ്റുകൾ, ഓവറോൾ വിസിറ്റുകളും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഉള്ളത്. കാഞ്ഞങ്ങാട് സിക്ക ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വെച്ച് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. കബീർക്ക, ആദ്യം ചോദിക്കാനുള്ളത് സിക്ക ബ്രാൻഡിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ്. എൻ്റെ ഒരു അറിവ് പ്രകാരം 10-20 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. ഒരുപാട് ബ്രാൻഡുകൾ പരീക്ഷിച്ചിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും, ഫീൽഡിൽ വർക്കും കൂടി എടുക്കുന്ന ആളായതുകൊണ്ട് എങ്ങനെ സിക്കയിലേക്ക് എത്തിയുള്ളത്? സിക്കയിലെത്തിയ ഞാൻ നോർമൽ ബ്രാൻഡ് ചെയ്തിട്ട് സക്സസ് ആയില്ല. ആ ബ്രാൻഡിൽ പറയുന്ന ആ പ്രൊസീജിയർ അതിലുള്ള മെറ്റീരിയൽ ഇല്ല, അതായത് ആ ക്വാളിറ്റി ഇല്ല, അതിൽ മെറ്റീരിയൽ ഫുള്ളായിട്ട് ആഡ് ആകുന്നില്ല. ഇപ്പൊ സിക്കയും പിന്നെ ബാക്കിയുള്ള ലോക്കൽ ബ്രാൻഡ് വെച്ചാൽ അതിൽ കാണുന്ന കളറും ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടാവും. അതിലുള്ള ആ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിലുള്ള ഒരു ആഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട്. ഇപ്പം നമുക്ക് PU എന്ന് പറയുന്നു. PU എന്ന് പറയുമ്പോഴേക്ക് അത് നമുക്ക് ഇവിടെ കേരളത്തിൽ 6 മാസം വെയിലും 6 മാസം തണുപ്പും, ആ 2 വർഷം അത് കിട്ടുമ്പോൾ പൊളിഞ്ഞു പോകും, പിടിച്ചു നിൽക്കാൻ പറ്റൂല നോർമൽ ബ്രാൻഡ്. സിക്ക ബ്രാൻഡ് എന്ന് വെച്ചാൽ ഒരു നല്ലൊരു 50% മേലെന്ന ഡിഫറെന്റ് ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. നമ്മൾ ഈ 2 പീസ് വർക്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ നോർമൽ ബ്രാൻഡ് ആ ക്വാളിറ്റിയും കിട്ടില്ല, ആ പെർഫോമൻസും കിട്ടില്ല, വർക്കും നന്നാവില്ല. നമുക്ക് ആ വർക്ക് ക്ലിയർ ആയി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ലൈഫ് വാറണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിക്ക ബ്രാൻഡേ യൂസ് ആക്കിയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള കഴിച്ചിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽ ഉണ്ടാവും ബ്രാൻഡ്. ഈ ബ്രാൻഡ് എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ ഈ ബ്രാൻഡിനെ കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പുറത്തുനിന്നല്ലോ കർണാടക, ബാംഗ്ലൂർ, അവിടെ നിന്നെല്ലാം ഞാൻ സാധനം എടുക്കുന്നുണ്ട്. കിട്ടുന്നിരുന്ന സാധനം എടുക്കാം. അപ്പം എൻ്റെ ഫ്രണ്ട്സുമാരുടെ ഗൾഫിലെല്ലാം ഉള്ളത്, UAE-ലും മലേഷ്യ ഇങ്ങനെ സ്ഥലത്തെല്ലാം ഉണ്ട്. അപ്പോൾ എന്നോട് ഒരുപാട് പറയും, നീ ഇതിൽ വർക്ക് ചെയ്യുന്നില്ല, ഇന്ന ബ്രാൻഡ് എടുത്ത് ചെയ്യുന്നു എന്നോട് പറയുന്നു. പക്ഷെ ഞാൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്ക് കൺഫേം ആണല്ലോ. അപ്പോൾ ഈ ബ്രാൻഡ് ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്നില്ല ഞാൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു, എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് പോയി സാധനം കിട്ടി. അത്യാവശ്യം ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. അത് വെച്ച് ഞാൻ ചെയ്ത് എനിക്ക് നല്ലൊരു റിസൾട്ടാണ്. ആ റിസൾട്ട് കൊണ്ട് ഞാൻ ബ്രാൻഡിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഫുള്ള് മെറ്റീരിയൽ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ കിട്ടണമെന്നുണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ എടുത്തിട്ടാണ് 5.5 വർഷത്തിന് ഇപ്പുറമാണ് എനിക്ക് കിട്ടുന്നുള്ളത്. 10-40 വർഷമായിട്ട് എറണാകുളത്ത് ഉണ്ട്, പക്ഷെ ഫുള്ളായിട്ട് സാധനം മെറ്റീരിയൽ വരുന്നില്ല, എല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് നിന്നാണെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാ സാധനം മെറ്റീരിയലൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് തുടങ്ങി വർക്ക് സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ കുറച്ചൊക്കെ സാധനം പറക്കിയെടുത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു മന്തിൽ 2 സൈറ്റെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, 5-6 സൈറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. വലിയ AB പ്രൊജക്റ്റ് ഒന്നും എടുക്കാൻ പറ്റൂല, റിസ്ക് ഒന്നും. ഇതൊക്കെ ഫുള്ള് കിട്ടുമ്പോൾ കിട്ടിയെന്ന് നമുക്ക് ഞാൻ ഫുള്ള് AV വർക്കെല്ലാം എടുത്തു. AV സൈറ്റ് എങ്ങനത്തെ റിസ്ക് ഉള്ളതും എൻ്റെ വാറണ്ടി വെച്ച് ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ബ്രാൻഡ് വെച്ച്. അതാണ് എൻ്റെ കോൺഫിഡൻറ്റ്. സിക്കയിലേക്ക് എത്തിയ ഒരു കഥ നമ്മൾ കേട്ട് ഭയങ്കര രസമായിട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഷോപ്പിലെ ആദ്യം ഒരൊറ്റ ഔട്ട്ലെറ്റ്, ടാർഗറ്റ് എന്നുള്ള പേര് തന്നെയാണോ ആദ്യം ടാർഗറ്റ്? അത് തുടങ്ങിയിട്ട് ഇന്ന് കാസർഗോഡിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് 3 ഔട്ട്ലെറ്റ് അല്ലേ? ഒരു മോശമല്ലാത്തൊരു ടീമും കൊമേഴ്ഷ്യൽ പ്രൊജക്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ നാട്ടിൽ കാസർഗോഡ് സിക്ക എന്നുള്ള ബ്രാൻഡ് കൊണ്ടുവരണം. ഇവർക്ക് എന്താന്നുള്ള വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞെങ്കിൽ ചോർച്ച ഉണ്ട് എന്ന് പറയും. അത് ഒന്ന് മേലെ തേക്കുന്ന സാധനമാണെന്ന് പറയും. ആ തേക്കുന്നല്ല, അതെന്താണെന്നുള്ളത് നാട്ടിലുള്ള ആൾക്കാർക്കും അറിഞ്ഞിരിക്കണം. അത് ഞങ്ങൾക്ക് പഠിപ്പിച്ച് കൊടുക്കണമെന്നുള്ളത്, അത് ട്രെയിനിങ് കൊടുക്കണം എല്ലാവർക്കും. സ്വന്തം ഇനി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് വാട്ടർ പ്രൂഫ് എന്താണെന്നുള്ള മെയിൻ റൂഫ് കോൺക്രീറ്റ് അല്ല, വാല്യൂ ഉള്ളത് വാട്ടർ പ്രൂഫാണ്. കോൺക്രീറ്റിന് വാല്യൂ അല്ല, വാട്ടർ പ്രൂഫാണ് കോൺക്രീറ്റിനായിട്ട് മെയിൻ വാല്യൂ വെക്കേണ്ടത് എന്നുള്ള ഏകദേശം കോൺട്രാക്ടർമാരും പിന്നെ വർക്കേഴ്സ് എല്ലാം ഉണ്ട്. അവർക്കെല്ലാം ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഏത് നമ്മളെ സിക്കയുള്ള മെറ്റീരിയൽ അതെല്ലാം എങ്ങനെ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷനാണ് ഏത് സ്റ്റേജിൽ ചെയ്യേണ്ടത്, അതെല്ലാം ഇന്നും ഞാൻ എന്നും കൊടുക്കുന്നുണ്ട്. അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സിക്കയെ സംബന്ധിച്ച് പ്രൊഡക്റ്റുകളുടെ വലിയ ലിസ്റ്റാണല്ലേ. നമ്മൾ ബ്രോഷേഴ്സ് ഒക്കെ നമ്മൾ സാധാരണ ഒരു കമ്പനിയുടെ ചോദിച്ചാൽ ഒരു ബ്രോഷർ അയച്ചു കൊടുത്താൽ നമുക്ക് ആ പ്രശ്നം തീരും. പക്ഷെ സിക്കയുടെ ബ്രോഷർ ചോദിച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ബ്രോഷേഴ്സാണ്. ഞാൻ കംപ്ലീറ്റ്ലി ടേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരിട്ട് ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സന്തോഷം അതാണ്. ഒരു പ്രോബ്ലം ഒന്നും പറയാം, ഒരു സന്തോഷം. കമ്പനി ഒരു ബ്രോഷർ തന്നാല് ഒരു റൂട്ടിലേക്കുള്ളത് അത് ഒരു മെറ്റീരിയൽ, ഒരു ബ്രോഷർ അത് 3 റൂട്ടിലേക്കുള്ള മെറ്റീരിയൽ ആണ്. ഒരു മെറ്റീരിയൽ 3 റൂട്ടിലേക്ക് വരും. അത് എന്താ വെച്ചാൽ നമുക്ക് ചെയ്തിട്ടും അത് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. അത് ഒരാൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം. പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ട് കോൺഫിഡൻറ്റും എക്സ്പീരിയൻസും എല്ലാം വേണം. നമുക്ക് ചെയ്യാം, അത് അവിടെ നിൽക്കും, അത് ചെയ്തു കൊടുക്കുക. അത് നിൽക്കുന്ന പറഞ്ഞാൽ എല്ലാവരും ചെയ്താൽ കിട്ടിയ സാധനമൊക്കെ എടുത്ത് ചെയ്താൽ സിക്കയുടെ വേറെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട്, അത് ചെയ്താൽ നിൽക്കൂല. അതിലുള്ള എക്സ്പീരിയൻസ്, ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അത് ചെയ്തിട്ട് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സെയിലിലേക്ക് ഇറങ്ങിയത്. 18 വർഷമാണ് ഞാൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുറേ ബ്രാൻഡൊക്കെ എടുത്ത് നോക്കി. 18 വർഷം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കമന്റ് ചെയ്യാൻ സാധ്യത എത്ര വയസ്സായി ഇപ്പൊ എന്നുള്ളത് ചോദിക്കും ചിലപ്പോൾ. അത് പ്രശ്നമൊന്നുമില്ല, വയസ്സുണ്ട്, 45 വയസ്സുണ്ട്. അത്ര കോൺഫിഡൻസോട് കൂടി കബീർക്കത് പറഞ്ഞപ്പോഴേ ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാല്, ഞാൻ വന്നപ്പോൾ മുതൽ പല സൈറ്റിലൊക്കെ പോയപ്പോൾ കബീർക്കാൻ്റെതായിട്ട്
ആയിട്ടുള്ള കുറെ ടെക്നിക്കുകളും ആ സൈറ്റിൽ ഉപയോഗിക്കുന്നത് കണ്ടാണ് പലയിടത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു എഞ്ചിനീയറെ മീറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു പുതിയൊരു മെത്തഡോളജി നമ്മുടെ കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് എന്നിട്ട് അതിന് കബീർക്കാരുടെ എക്സ്പീരിയൻസും ഇത്രയും വർഷത്തെ ഒരു നോളജ് ഉള്ളത് കൊണ്ട് കബീർക്കാരുടെ ഒരു വാറണ്ടി, ഒരു എക്സ്ട്രാ വാറണ്ടിയും കൂടിയാണ് അവിടെ കൊടുക്കുന്നത് അല്ലേ? നമ്മൾ പ്രൊജക്റ്റുകൾക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് വാറണ്ടി കൊടുക്കുന്നത്? കോൺഫറൻസ് വാറണ്ടി കൊടുക്കുന്നത് എത്ര കാലമാണ്, എങ്ങനെയാണ്? ഞാൻ വാറണ്ടി കൊടുക്കുന്നത് 10 years ആണ്. വാറണ്ടി കൊടുക്കുള്ളൂ, സർവീസ് വാറണ്ടി എല്ലാം കൂടി കൊടുക്കുള്ളൂ. 100% ആണെന്ന് പറയുന്നുള്ള ലൈഫ് ടൈം. ഞാൻ അതിൽ കൂടുതൽ ലൈഫ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ 10 years ശേഷം ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിന് മുമ്പും ഉണ്ടാവാൻ പറ്റില്ല. അത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു പരമാവധി ഉണ്ട് വാറണ്ടി കൊടുക്കുന്നത്. നമ്മള് വാറണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ എത്ര വരെ ഉള്ളത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര വരെ ഫ്രീ ആയ ആപ്പിൽ ഉണ്ടാവും, ആ ആപ്പിലുള്ള ടൈം വരെ ഒരാൾക്ക് വാറണ്ടി കൊടുക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് വാറണ്ടി കൊടുത്തിട്ട് അവർ നമ്മൾ ഫോണിൽ കിട്ടൂല, വാറണ്ടി കിട്ടൂല എന്നാണ്, അതിന്റെ ചീറ്റിംഗ് ആണ്. ആ ചീറ്റിങ്ങിന് ഞാൻ നിൽക്കൂല. അല്ല, അത് ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഞാനുണ്ടെങ്കിൽ എന്റെ കമ്പനി ഉണ്ടാവും, ഞാനില്ലെങ്കിൽ എന്റെ കമ്പനി ഉണ്ടാവും. അപ്പൊ അവർക്ക് വാറണ്ടി കിട്ടൂല. ആ ഉറപ്പാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. പക്ഷെ ഞാൻ കൊടുക്കുന്നുണ്ട് ലൈഫ് ലോങ് ആണ്. അപ്പൊ അവർക്കൊരു ധൈര്യമാണല്ലോ, നമ്മളെ ക്ലയന്റിന് ധൈര്യമാണല്ലോ. അപ്പൊ 10 years വാറണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഏത് പ്രൊജക്റ്റും, കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റും റെസിഡൻഷ്യൽ പ്രൊജക്റ്റും ഒക്കെ എടുക്കുന്നുണ്ട് അല്ലേ? എല്ലാം എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാസർഗോഡത്തെ ഞങ്ങളിപ്പോ വരുമ്പോ കാസർഗോഡ് ഏത് വലിയൊരു കൊമേഴ്ഷ്യൽ ആയാലും ഏത് കൺസ്ട്രക്ഷൻ നടക്കുന്നെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു കോള് നമുക്ക് ടാർഗറ്റിലേക്ക് വരും. അത് എന്റെ ടാർഗറ്റ് എന്നുള്ള നെയിം, ഞാൻ ടാർഗറ്റ് ഇട്ടിട്ടാണ് ടാർഗറ്റ് നെയിമിൽ പോകുന്നത്. എന്താണ് ടാർഗറ്റ് എന്നുള്ള പേര്? ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഫുള്ള് മൊത്തം വാട്ടർ പ്രൂഫിന്റെ എനിക്കൊരു ടാർഗറ്റ് വെച്ച് നല്ല രീതിയിൽ നമ്മളെ നാട്ടിൽ നല്ല രീതിയിൽ ഒരാൾ കാശ് മുടക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ് എൻ്റെ ടാർഗറ്റ്. ആ വാല്യൂ കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് ടാർഗറ്റും വരണം. അതാണ് ആ ടാർഗറ്റ്. അതാണ് ടാർഗറ്റ് ട്രേഡ് ലിങ്ക്സ് എന്ന് പറയുന്ന കബീർക്കാരുടെ സ്ഥാപനം. സത്യം പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഊർജ്ജമുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ 3 ഔട്ട്ലെറ്റിൽ എത്തി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരുപാട് ടീം മെമ്പേഴ്സ്, എത്ര ടീം മെമ്പേഴ്സ് ഉണ്ടോ ഇപ്പോൾ വിളിച്ചാൽ നമുക്ക് പ്രോജക്റ്റിൽ എടുക്കാൻ ഞങ്ങൾക്ക് 10-25 പേരുണ്ട്. 25 ടീമുണ്ട്. ടീമിന്റെ അണ്ടറിൽ വർക്കേഴ്സ് ഉണ്ട്. ഓഫീസ് ടീമുകളൊക്കെ എത്ര ആളുണ്ട്? ഇപ്പൊ ഇവിടെ തന്നെ 1-2 ആളുകളൊക്കെ ഓഫീസ് ടീമായിട്ട് ഉള്ളത് ഇപ്പോ 8 പേര് ആളുകൾ ഇൻചാർജും പിന്നെ ഷോപ്പായിട്ട് ഞങ്ങൾ ഓരോ ഔട്ട്ലെറ്റിലെ ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ വിശേഷങ്ങൾ എന്താ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ കബീർക്ക കാസർഗോഡിൽ എല്ലാ പ്രൊജക്റ്റുകളും ഞാൻ അറ്റൻഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ടീമിന് വലിയൊരു റോൾ ഉണ്ടാവില്ല. അപ്പോൾ ടീമിൻ്റെ അഭിപ്രായങ്ങളും അവരുടെ വിശേഷങ്ങളും കൂടി നമ്മൾ എന്തായാലും എടുക്കുന്നുണ്ട്. എന്തായാലും ഒരു 2 വർഷം അല്ലേ, എത്ര ഇപ്പം ടാർഗറ്റ് ഇവിടെ കാഞ്ഞങ്ങാട് ഇപ്പോ 1-2 വർഷമായിട്ടുള്ളൂ. നമ്മൾ കാസർഗോഡ് മെയിനില് ഇപ്പോ സിക്ക ഷോപ്പിന്റെ മെറ്റീരിയൽ ആയിട്ട് ഫുൾ ആയിട്ട് കിട്ടുന്നത് 5.5-6 വർഷമായിട്ടുണ്ട്. വർക്കില് 18 വർഷം എക്സ്പീരിയൻസും വർക്ക് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കബീർഖാന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വെറും വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളത് മാത്രമായിട്ട് നമ്മൾ ആരും മനസ്സിലാക്കരുത്. കബീർക്ക ഈ ഒരു സ്ട്രക്ചറൽ റീഹാബിലിറ്റേഷൻ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കബീർക്ക ഏത് രീതിയിലുള്ള വർക്കുകളും ടേക്കപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു പൊളിയാറായ ബിൽഡിങ്ങിനെ മൊത്തത്തിൽ അല്ലെ ഒരു റീവാമ്പ് ചെയ്യുന്നിടത്തും നമുക്ക് വർക്ക് പുതിയതായി. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു സൈറ്റിലേക്ക് എന്നെ കൊണ്ടുപോയത്, അവിടെ ജസ്റ്റ് മണ്ണ് എക്സ്കവേഷൻ സ്റ്റേജ് ആണ്, മണ്ണ് മാന്തുന്നേ ഉള്ളൂ അല്ലെ? അവിടുന്നാണ് ഞങ്ങള് ആദ്യത്തെ ഒരു എഞ്ചിനീയറെ വിളിച്ചത്. അപ്പം അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലാണ് കബീർക്കയുടെ പ്രൊജക്ടുകൾ എടുക്കുന്നത്. സാധാരണ ഒരു ആപ്ലിക്കേറ്റർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പ് റൺ ചെയ്യുന്ന ആളുകൾ പറയാറുള്ളത് എനിക്ക് ഇന്നൊരു സ്ഥലത്ത് ഒരു വീടിന്റെ പ്രൊജക്ട് ഉണ്ട് എന്നൊക്കെയാണ് പറയാം, അവിടുത്തെ ടെറസ്, ബാത്റൂംസ്, കാര്യങ്ങൾ. ഇതങ്ങനെയല്ല, ഓവറോൾ പ്രൊജക്ടുകളാണ് ഇവിടെ ടേക്കപ്പ് ചെയ്യുന്നത്. സോ ടാർഗറ്റിന് ആ രീതിയിൽ തന്നെ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ. എന്താണ് സിക്കിമിനെ കുറിച്ചുള്ള കബീർക്കയുടെ ഒരു പ്രതീക്ഷകളും എന്തൊക്കെയാണ് ഇതുവരെ തന്നിട്ടുള്ളത്? നമുക്ക് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ സാധനം ഇറക്കിക്കോ, ചെയ്തോ, ഒന്നും നോക്കണ്ട, ഞങ്ങൾ ബാക്കിലുണ്ട്, സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ആ കോൺഫിഡൻ്റ് ആണ് എനിക്ക് തന്നിട്ടുണ്ട്. ആ കോൺഫിഡൻറ്റിലാണ് ഞാൻ ഈ 3 ഷോറൂം ഒറ്റയടിക്ക് ഓപ്പൺ ആക്കിയത്. ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി, അതിൻ്റെ മുകളിൽ ഓപ്പൺ ആക്കുമ്പോൾക്ക് അവർ പറഞ്ഞു കുറച്ചൊക്കെ സാധനം എടുക്കണം, നന്നായി സാധനം എടുത്ത് അത് പോയിക്കോളൂ, ഞങ്ങൾ സപ്പോർട്ട് ഉണ്ട്, ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ നാട്ടിലേക്കുള്ള കോൺടാക്ട്സ് ഞങ്ങൾ തരൂ എന്നുള്ളതാണ് സിക്കമ്മ പറഞ്ഞത്. അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് അവർ തന്നിരുന്നു, നല്ല കോൺടാക്ട്സും തന്നിരുന്നു, നല്ല ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ സുനിൽ സാറിനോട് സംസാരിക്കും, സുനിൽ സാറ് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ തുടങ്ങിക്കോ, എവിടെ വേണം തുടങ്ങിക്കോ, ഞങ്ങൾ ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു കോൺഫിഡൻറ്റ്
കിട്ടും. ആ ധൈര്യത്തിലാണ് 2 ഷോറൂം ഓപ്പൺ ആക്കിയത്, ഒറ്റയടിക്ക് ഓപ്പൺ ആക്കിയത്. ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചേ ഒരു പ്രത്യേകിച്ച് ഒരു പാർട്ണർഷിപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു കോർപ്പറേറ്റ് ബ്രാൻഡാണ് സിക്ക. ഈ സിക്കയോടൊക്കെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ ആര് എനിക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പൊ നാട്ടിൽ ആര് സപ്പോർട്ട് ചെയ്യും? നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു ആവശ്യം വന്നാൽ, ഒരു മെറ്റീരിയലിന്റെ റിക്വയർമെന്റ് വന്നാൽ സ്വാഭാവികമായിട്ട് കോർപ്പറേറ്റിൽ അവർക്ക് അവരുടേതായ സമയം എടുക്കും, അതിൻ്റെതായ പ്രൊസീജിയറുകൾ ഉണ്ടാവും ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അതിലുപരി സിക്കം ഇന്ത്യ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമ്പോൾ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞതാണ്. സ്വന്തം നാട്ടിൽ തന്നെ കെബീർക്ക ഈ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരു വലിയൊരു അഡ്രസ്സ് ഉണ്ടാക്കി ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി യൂസ് ചെയ്തിട്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇല്ലേ സിക്കയുടെ വ്യത്യസ്ത പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ കേരളത്തിന്റെ ഓരോ ഭാഗത്തും എത്തിച്ചുകൊണ്ട് ഇതിപ്പോ കാസർഗോഡ് സിക്കെന്ന് കൊടുന്ന് ഞാൻ ആദ്യം കൊണ്ടുവരുമ്പോൾ സിക്ക എന്ന് പറയുമ്പോൾ പുറത്ത് പോകുന്ന ആൾക്കാർക്ക്, ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുന്ന ആൾക്കാർക്ക് അറിയാം, നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്ത്യയിൽ ആരും യൂസ് ചെയ്യുന്നില്ല. ഇന്ത്യയിലുള്ള ഇവിടെ കൂടുതൽ കോൺട്രാക്ടർമാർക്ക് പുറത്ത് പോകാണ്ട് ഇവിടുന്ന് കോൺട്രാക്ടും വർക്കും കിട്ടുമെന്ന് പറയും. ഇതേതാന്ന് ബ്രാൻഡ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ബ്രാൻഡ് പറഞ്ഞു കൊടുത്ത് ആ ലെവലിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവർക്കും സിക്കയുടെ ഒരു താല്പര്യം വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ചോദിക്കുന്നത് റേറ്റ് ആണ്. ഒരുപാട് റേറ്റ് നോക്കല്ല, നമ്മൾ റേറ്റ് തരുന്നത് നമ്മൾ ഡയറക്റ്റ് ക്ലയൻറ്റിന് കൊടുക്കുന്നത്. ആ റേറ്റ് തരുന്നുള്ള മെറ്റീരിയലും സാധനമൊക്കെ ക്ലയൻറ്റിന് ഡയറക്റ്റ് കിട്ടും. ബാക്കിയുള്ള മെറ്റീരിയൽ എന്ന് വെച്ചാൽ ലോക്കലിൽ കിട്ടുമ്പോൾ ഡീലറും പിന്നെ ഹോൾസെയിലറും കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാനും കളേഴ്സും മാത്രമേ കിട്ടുള്ളൂ. അതിൽ ക്വാളിറ്റി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ കാശിനുള്ള വേസ്റ്റ് എന്നുള്ളത് തിങ്ക് ആക്കൂല ആരും. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സിക്ക ഇതാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എന്തായാലും കൂടുതൽ ആൾക്കാരും ഓൺലൈനിലൊക്കെ ആണെങ്കിലും ഇന്റർനാഷണൽ ബ്രാൻഡിനെ പറ്റി അത് കൂടെ എൻ്റെ ചില ആൾക്കാർ വന്ന് സാധനമൊക്കെ നോക്കും, ഇതെന്താണ് ചെയ്യുന്നതെല്ലാം ഞാൻ ക്ലാസ് കൊടുക്കും. ലാസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ എടുക്കട്ടെ എന്ത് ഓൺലൈനിൽ നോക്കും. ഓൺലൈനിൽ നോക്കി പർച്ചേസ് ചെയ്താലെല്ലാം ഫയലായിട്ടുണ്ട്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും വേറൊരു ഐറ്റമാണ് കൊടുക്കുന്നത്, തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരും. അല്ല, ഓൺലൈനിൽ വാങ്ങുമ്പോഴേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കൺസ്ട്രക്ഷൻ കെമിക്കൽസ് അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങുന്ന ഒരു പ്രവണത ഞാൻ അധികം കണ്ടില്ലെങ്കിലും ഇപ്പൊ കെബീർക്കയുടെ ഭാഗത്തുനിന്ന് കേട്ടപ്പോൾ ഞാൻ ഓർമ്മാക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ ഈ ഫീൽഡിൽ 5-6 വർഷമായി ഈ ഫീൽഡിൽ പല ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സിക്കയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ ഒരേ സ്ഥലത്തേക്ക് ഇപ്പൊ ടെറസ് ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ജോയിന്റ് ആണെങ്കിലും എക്സാമ്പിൾ അവിടെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ നോക്കിയിട്ട് ജോയിന്റിനുള്ള സാധനം ഏതാന്ന് വെച്ചാൽ അത് വീട്ടിലേക്ക് വരുത്തിയിട്ട് നമ്മൾ തന്നെ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ആ ലാഭം നോക്കിയിട്ട് ആ ചെറിയ ലാഭമാണ് നോക്കുന്നത്. അത് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ മേലേക്ക് അടിക്കുന്നില്ല. ആ അപ്ലൈ ചെയ്യാൻ ജോയിന്റിലേക്കുള്ള സാധനം ഓരോ ബ്രാൻഡിനും ഓരോ പ്രൊസീജിയറാണ്. ചില ബ്രാൻഡിന് മേലേക്ക് കോട്ടിങ്, ചില ബ്രാൻഡിൽ ഉണ്ടാവും ഗ്രൂ എടുത്ത് ചെയ്യാൻ, ചില ബ്രാൻഡിൽ ഒരു ഗ്രൂ എടുക്കാണ്ടെന്ന് ലിക്വിഡായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ട്. അപ്പൊ പല റൂട്ടാണ്, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പ്രൊസീജിയർ. അപ്പൊ അത് ഫില്ല് ചെയ്തിട്ട് ഗ്രൂ ഫില്ല് ചെയ്തിട്ട് 2 days ഗ്യാപ്പ് കൊടുക്കണം. 2 days ഗ്യാപ്പ് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അകത്ത് ചെയ്തതും ഫയല്, മേലെ ചെയ്തതും ഫയലാണ്, എയർ കയറി പിടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഓരോരോ പ്രൊസീജിയറാണ്. ഓരോ ഇപ്പോൾ റൂഫിൽ ഒരു കംപ്ലൈന്റ് വന്നാൽ ഈർപ്പായിട്ട് വെള്ളം ഊറ്റുന്നുണ്ട്. ഈർപ്പത്തിനുള്ള വേറൊന്ന് മെറ്റീരിയലാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ക്രാക്ക് മേലെ കാണൂല, അടിവശത്ത് ക്രാക്ക് കാണും. വെള്ളം വരുന്നുണ്ട്, മഴയില്ലാത്ത സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള പ്രൊസീജിയർ മേലെ നിന്ന് ചെയ്യാം, അടിയിൽ നിന്ന് ചെയ്യുന്ന പ്രൊസീജിയർ വേറെ ഉണ്ട്. സിക്കയിലെന്ന് PU ഇഞ്ചക്ഷൻ ഉണ്ട് സിക്കയിലെന്ന്. അതേപോലെ മേലെന്ന് ഇഞ്ചക്ഷൻ ചെയ്യാണ്ടെന്ന് മാനുവലായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന മെറ്റീരിയൽ വെച്ച് അതെല്ലാം ചെയ്ത് അതിന് ടൈം എടുത്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ കോട്ടിങ് ചെയ്യാൻ. ലാസ്റ്റ് ഫൈനൽ PU കോട്ടിങ്ങാണ് ചെയ്യേണ്ടത്. നോർമൽ കോട്ടിങ് ചെയ്യാൻ പാടില്ല. പിന്നെ PU അല്ലാത്ത കോട്ടിങ് ഉണ്ട് സിക്കയിലെന്ന്, ഫോർഡ് ലിക്വിഡ് നല്ല ക്വാളിറ്റിയാണ്, ഏറ്റവും 2 കോമ്പൗണ്ട്. അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ശേഷം അത് ചെയ്തിട്ട് 2 ദിവസം വിട്ടിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ മൈക്രോ റിപ്പയർ വെച്ച് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് കിട്ടും. അപ്പോൾ ചില ആൾക്കാർ 2 കോമ്പൗണ്ട് ചെയ്തിട്ട് അങ്ങനെ വിടും, വാട്ടർ പ്രൂഫ് കഴിഞ്ഞു എന്ന്. അത് 3 years ആകുമ്പോൾ പൊളിഞ്ഞു പോകും. ഡയറക്റ്റ് വെയിലും മഴവും അതിലേക്ക് കൊള്ളാൻ പാടില്ല. അതിന് ഒരു സപ്പോർട്ടും കൂടി വേണം. നമ്മൾ മഴയൊക്കെ പോയി കുട പിടിച്ചാലേ കുടയിൽ ഹോൾസ് ഉണ്ടെങ്കിൽ വെള്ളം അതിൽ തട്ടിയിട്ട് പതുക്കെ വരുള്ളൂ. ഡയറക്റ്റ് മഴയ്ക്ക് പോയാൽ നന്നായി നനയും. അത് ആ ഒരു സിസ്റ്റമാണ് അതിനുള്ളത്. എന്തായാലും ഇത്തവണ കാസർഗോഡത്തെ നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റുകളും നമുക്ക് വിശദമായി തന്നെ കണ്ട് പ്രൊജക്റ്റുകളൊക്കെ ഒന്ന് കണ്ട് കെബീർക്കയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ സാധിച്ചു. എന്തായാലും ഈ വരവ് വളരെ വർത്തായി എന്നുള്ളതാണ്. സിക്കം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ സിക്കയായിട്ടൊരു അസോസിയേഷൻ നമ്മൾ ത്രൂ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ത് എന്നുള്ളത് A to Z കെബീർക്കായിട്ടുള്ള ഈ ഒരു ചെറിയ സംഭാഷണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കെബീർക്ക ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റിൻ്റെയും എത്രത്തോളം ഡെപ്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതും അവിടെ ഒരേ
പ്രൊജക്റ്റിലേക്ക് വ്യത്യസ്ത ഓപ്ഷനുകൾ സിക്ക ഉപയോഗിച്ച് തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഓരോരോ തലങ്ങളിലുള്ള കാര്യങ്ങളടക്കം കബീർക്ക നമ്മളോട് വിശദീകരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ സമയത്ത് കബീർക്ക ഞാൻ ആദ്യം ഒരു താങ്ക്സ് പറയുകയാണ്. നമുക്ക് ഇവിടെ വന്ന് വിശദമായി നമ്മളോട് ഇത്രയും സമയം ചിലവഴിച്ച് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്ന് നമ്മുടെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു ബ്രീഫ് ഹിസ്റ്ററി പറഞ്ഞതിന്. സോ എന്തായാലും ഇനി ഒരുപാട് കാലം നമ്മൾ സിക്കം ഇന്ത്യയും സിക്കയും കബീർക്കയുടെ ടാർഗറ്റും എല്ലാം ഒന്നിച്ച് മൂവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.